സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ജീവിതത്തെ കാര്യമായി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ തിരുവെഴുത്ത് വളരെ കൃത്യമായ ഉത്തരം അതിന് നൽകുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ 3 കാര്യങ്ങളാണ് വാസ്തവത്തിൽ സകല മനുഷ്യരെയും സ്വാധീനിക്കുവാൻ സാധ്യതയുള്ളതായ കാര്യങ്ങൾ. അതിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിവരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ. ഈ സ്വഭാവങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന ധാരാളം ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കും. നമ്മുടെ ചുറ്റുപാടുകൾ നടമാടുന്ന അനീതിക്കും അക്രമത്തിനും ഒക്കെ മുഖാന്തരമായി തീരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജഡത്തിന്റെ പ്രവൃത്തികളാണ് എന്നുള്ളതിൽ സംശയമില്ല. കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും പ്രത്യേകിച്ച് വിവരിക്കാതെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജഡമോഹം വാസ്തവത്തിൽ പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഈ ലോകം നമ്മെ പലതുകൊണ്ടും മോഹിപ്പിക്കുന്നതാണ്. വാസ്തവത്തിൽ ആധുനികത നമ്മെ വളരെയധികം ആകർഷിക്കുന്നതും പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നതുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത സമയത്ത് വർദ്ധിച്ചു വരുന്ന അക്രമ പ്രവർത്തനങ്ങൾ നാം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണുവാൻ സാധിക്കുന്നത് കൺമോഹത്തിന് അടിപ്പെട്ട് ജഡമോഹത്തിന് അധീനമായിട്ടുള്ള അക്രമ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന വലിയ വിഭാഗം ആളുകളെയാണ്. വാസ്തവത്തിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ വസ്ത്ര സംവിധാനങ്ങൾ പോലും മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക നിലയുള്ളതായി തീർന്നിരിക്കുന്നു. നാം അനുവർത്തിച്ചു വരുന്ന എല്ലാ കാര്യങ്ങളും, നാം ജീവിതത്തിൽ പാലിച്ചു വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ മറ്റുള്ളവരെ ആകർഷിക്കുവാനും മോഹിപ്പിക്കുവാനും ഉള്ള തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഹൗവ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടത് തന്നെ ഈ മോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: ഹൗവ ആ വൃക്ഷഫലം കണ്ടപ്പോൾ അത് തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായ ആ വൃക്ഷഫലം അവളെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പോകുവാൻ അവർക്ക് ഇടയായത്. ഇന്ന് രാവിലെ ഈ സ്വർഗീയനാദം ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്യുവാൻ ഈ രാവിലെ സമയം നമുക്കിടയായി തീരട്ടെ. ജീവിതത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷമോ സമാധാനമോ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് നിരാശയാണ്. മിക്കവരും ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ച് അങ്ങ് മരിച്ചു പോവുക എന്നുള്ളതിനപ്പുറമായി ജീവിതത്തെ സംബന്ധിച്ച് പ്രത്യേകമായ ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാത്ത ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. വാസ്തവത്തിൽ നാം ഇങ്ങനെ ലക്ഷ്യബോധമില്ലാത്തവരായി ജീവിക്കുവാനല്ല ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ച് വലിയവനായ ദൈവത്തിന് കൃത്യമായ പദ്ധതികളും പ്ലാനുകളും ഉണ്ട്. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുമ്പോഴാണ് കർത്താവിന്റെ ഹിതം നമ്മിൽ നിറവേറുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുപക്ഷെ നാം ഇതുവരെയും ജീവിച്ചു വന്ന ജീവിതം സമാധാനമില്ലാത്തതോ സന്തോഷമില്ലാത്തതോ ലക്ഷ്യബോധമില്ലാത്തതോ ഒക്കെയായി തീരാൻ സാധ്യതയുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരിക്കാം താങ്കൾ ഇതുവരെ നയിച്ചു വന്നത്. എന്നാൽ ഇന്ന് രാവിലെ ദൈവവചനം വളരെ വ്യക്തമായി താങ്കളോട് പറയുന്നത് ഇതുവരെ ജീവിച്ചു വന്നതായ ഈ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ താങ്കൾക്ക് സാധിക്കും. അതെങ്ങനെയാണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. താങ്കൾ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നുവെങ്കിൽ താങ്കൾ ഒരു പുതിയ സൃഷ്ടിയായി തീരും. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിന് അനുസരണമായ സമാധാനവും സന്തോഷവും പ്രത്യാശയും ഒക്കെ നിലനിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതത്തിലേക്ക് താങ്കൾക്ക് വരുവാൻ സാധിക്കും. എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും ജീവിതത്തിനൊരു ലക്ഷ്യബോധവും ഒക്കെ ദൈവാത്മാവ് താങ്കൾക്ക് നൽകുന്നു. ഈ ലോകത്തിൽ മാത്രമല്ല, ഈ ലോകത്തിനപ്പുറമായി കർത്താവിനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ നിത്യമായ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതവുമുണ്ട് എന്ന് ദൈവവചനം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നശ്വരമായ ഈ ലോകത്തിലെ ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും എല്ലാം ഉപേക്ഷിച്ച് സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ മരിച്ച അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതത്തിന്റെ ഉടമയാകുവാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവനദിയായി ഒഴുകുന്ന സ്നേഹം അനുദിനം നുകരുവാൻ കേൾക്കൂ
സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേൻ വന്നരകമതിൽ. തന്നു നിൻ കൃപാദാനം എന്നും ജീവിച്ചിടുവാൻ നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു.